I want to tell my younger generation of today that the Kerala that you are enjoying were totally different. Not a long ago, a short span of 70 years, that we discriminated people. We made them stand from 4 feet to 20 feet to 40 feet to 30 feet to 70 feet, depending upon where you were born, despite being from the same land. That we are the people who asked the women to pay a tax for covering their body. We were a niche society where we asked our women to be shameless. So we came from there. There is something that has allowed us to do that. And we cannot forget that. You wanted to make a film on Kerala's sweeping political history at the end of. Is that my next film? I don't know. I'm working on many subjects. That is a very interesting story and very moving, very relevant. Cross-border love story, adum plans il ippoഴും undo. Cross-border love story. India-Pakistan love story that you wanted to do with Amitabh Bachchan. Oh, that is, yeah. That is the film I want to make. That is the film I want to make. And the present political atmosphere does not allow me to make it. Nothing to do with them. Nothing to do with the dispensation. It is the atmosphere that is making actors not to commit, despite the fact that they love it. I had 3 big mainstream stars saying yes to the story, and just before going in to make the movie said, Rasool, can you change the premise? I said no. If I change the premise, there's no film. Then what should I do? Wait till when? Let's hope the atmosphere changes. So I'm waiting. കുറച്ച് കാലം കൂടി മുന്നോട്ട് പോയാൽ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായ വാപ്പിന്റെയും ഒരു ഉറച്ച കമ്മ്യൂണിറ്റി, ഒരു വളരെ ഓർത്തഡോക്സ് എന്ന് പറയുന്ന രീതിയിൽ വിശ്വാസിയായ ഒരു ഉമ്മയുടെയും മകനാണ്. ആ ഒരു കോൺട്രഡിക്ഷൻസിന്റെ ഇടയിലാണ് ഗ്രോയിങ് അപ്പ്. അതെങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഷേപ്പിംഗിൽ ഓർത്തഡോക്സ് റിലീജിയസ് ആണ്. ഉമ്മ വാസ് very pious. ബാപ്പ ഓഫ് കോഴ്സ് മധ്യ തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉടലെടുക്കുന്ന എൻ്റെ ബാപ്പയുടെ കുടുംബത്തിലാണ്. ഇവർ തമ്മിൽ എങ്ങനെ കണ്ടു, എങ്ങനെ വിവാഹം കഴിച്ചു, ഒരു പിടിയില്ല. ചോദിച്ചിട്ടില്ലേ? ബാപ്പ വാസ് വെരി എഡ്യൂക്കേറ്റഡ്. അന്നത്തെ കാലത്ത് 12ാം ക്ലാസ് എന്താ പറയുന്നത്, 10ാം ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ കക്ഷിയാണ്. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് ബാപ്പയുടെ. പാപ്പ ഈ മൂവ്മെൻ്റ് തുടക്കമാണെന്ന് തോന്നുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഏതോ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മയുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനെ പരിചയപ്പെടാൻ അവർ തമ്മിൽ വലിയ ഫ്രണ്ട്സായി. അപ്പോൾ എൻ്റെ അപ്പാരൻ്റ്ലി ടേൺഡ് ഔട്ട് ടു ബി ലൈക്ക് മൈ മദേഴ്സ് എൽഡർ ബ്രദർ സെഡ് കം ഹോം ആൻഡ് വി ഹാവ് ടു ഹാവ് അവർ ഫ്രണ്ട്ഷിപ്പ് സോളിഡിഫൈഡ്. ആൻഡ് ദ വേ ദേ ഫൗണ്ട് വാസ് ടു ഗെറ്റ് മാരീഡ് മൈ മദർ ടു ബി മാരീഡ് ടു മൈ ഫാദർ. ഉമ്മ പറഞ്ഞ നമുക്ക് 13ാമത്തെ വയസ്സുള്ളപ്പോഴും അമ്മ കല്യാണം കഴിച്ചത്രേ. ദേ ഹാഡ് എ 50-year-long മാരേജ്. പുള്ളി കായംകുളത്ത് വന്നു. കായംകുളത്താണ് ബാപ്പയുടെ ബേസ്. 3-4 കുട്ടികളായി. അപ്പം അപ്പോഴത്തേക്ക് മൂവ്മെൻറ്റ് ഏകദേശം നല്ല ഇവർ മിക്കവാറും ഒളിവിലാണ്. വീട്ടിലാണുങ്ങളില്ല. അപ്പോൾ എനിക്ക് ബാപ്പയ്ക്കൊരു അപ്പച്ചിയുണ്ട്. അപ്പച്ചി ഞാൻ ബാപ്പയുടെ മൂത്ത. അപ്പം ഉമ്മ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പം രാത്രി പോലീസൊക്കെ വീട്ടിൽ തിരക്കി വരും. അപ്പോഴേക്കും അപ്പച്ചി മുണ്ടൊക്കെ തട്ടുകൊടുത്തിട്ടേ ആരടാ നീ രാത്രി ഇവിടെ കയറി വരാൻ എന്നൊക്കെ ചോദിച്ച് അവരെ പേടിപ്പിച്ച് അയക്കുമായിരുന്നു. അപ്പം അമ്മ പറഞ്ഞ ഈ അപ്പച്ചി മാത്രമാണ് ഒരു കൂട്ട്, വേറെ ആരും ഇല്ല, ആണുങ്ങളാരും വീട്ടിലില്ല. രാത്രിയൊക്കെയാണ് അവർ വരുന്നത്, വന്ന് കാണും പോവും, ഇങ്ങനെയൊക്കെയാണ് പറയാം. ഒരു ദിവസം ഒരാൾ വന്ന് നമ്മുടെ പത്തായപ്പുറയ്ക്കകത്ത് ഇരിക്കുകയാണ് അയാൾ. കുറേ ദിവസം ഇരുന്നു. ബാപ്പയൊക്കെ രാത്രി വരും, കാണും, ആഹാരമൊക്കെ കൊണ്ടു കൊടുക്കും. ഇയാൾ മൂത്രം ഒഴിക്കാനൊക്കെ ഇറങ്ങുന്നത് രാത്രിയാണ്. എന്നിട്ട് ഇയാൾ ഇവിടെ നിന്ന് പോയപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം അയാളെ പോലീസ് പിടിച്ചെന്ന് വാർത്ത വന്നു. ബാപ്പ അങ്ങനെ വന്നു, വലിയ സമരമൊക്കെ ഇറക്കി. അപ്പം ആരാന്നറിയോ? തോപ്പിൽ ബാസി. തോപ്പിൽ ബാസി ഞങ്ങളുടെ പഴയതൊരു കുടുംബം എന്ന് പറയും. പഴയ കുടുംബത്തിൽ ഇരുന്ന് ഒളിവിൽ നിന്നിറങ്ങി പോകുമ്പോൾ 4ാമത്തെ ദിവസം പിടിക്കുന്നു.
എം ഗോവിന്ദൻ നായർ അന്ന് കായംകുളം ജയിലിൽ അടച്ചിരിക്കുക. ആ ജയിലിൽ ബോംബ് വയ്ക്കാനായിട്ടുള്ള പ്ലാനൊക്കെ ആയിട്ടാണ് ഈ ബാപ്പയും തൊപ്പിൽ വാശിയും എല്ലാം കൂടെ വന്നത്. സംഭവം ഇത്രയൊക്കെ ഉമ്മയ്ക്ക് തോന്നി. പട്ടിണി, ആണുങ്ങളാരും വീട്ടിലില്ല, കുറേ പെണ്ണുങ്ങൾ, വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്. ഇത് ഇങ്ങനെ മുന്നോട്ട് പോകും. ഉമ്മ ഈ മക്കളെയും 4-5 മക്കളുള്ളവരെ എടുത്തിട്ട് നേരെ വിളക്കുപാറ എന്ന ഗ്രാമത്തിൽ വന്നു. അപ്പോൾ ഉമ്മയുടെ ബാപ്പ എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ കൂപ്പൊക്കെ നടന്ന ആൾ, വലിയ പണക്കാരൊക്കെയാണ്. 5 ടെലിഫോണുള്ള വീട്, കാറുള്ള വീട്, ലോറിയുള്ള വീട്, ഇങ്ങനെ. പക്ഷെ ഇവരുടെ ആരും പോയില്ല, അങ്ങോട്ട് ആരും പോയില്ല. പോകാതെ ഉമ്മയുടെ ബാപ്പ ഉമ്മയ്ക്ക് കുറേ സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. പട്ടയം പതിച്ച് കിട്ടിയ കുറേ സ്ഥലം ഉണ്ടായിരുന്നു. 2.5 ഏക്കർ 5 ഏക്കർ വസ്തു ഉണ്ടായിരുന്നു അപ്പുറമായിട്ട്. ഉമ്മ അതിൽ പോലൊരു കുടിൽ വെച്ച്. എനിക്ക് ആ കുടിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ചാണകം മെഴുകിയ തറ, പുല്ലിട്ട ഓട്, 2 ബെഡ്റൂമും ഒരു നീളം വരാന്ത, അതിനപ്പുറത്തൊരു ചായപ്പ്, ഒരു അടുക്കളയിൽ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വലിയ പ്ലാവ്. ആ പ്ലാവ് മുറിച്ചിട്ടാണ് നമ്മൾ ഇപ്പം ഇന്നുള്ള വീട് നിൽക്കുന്ന പ്ലാവ് ഇടുക. പിന്നീട് പണ്ടങ്കുമായപ്പോൾ പഴയ വീട് തൊഴുത്തായി മാറി. ആ ഉമ്മ അവിടെ വന്ന് താമസിക്കാനും ഞങ്ങളെ വളർത്താനും കൃഷി ചെയ്ത് ഞങ്ങളെ വളർത്താനും ഉള്ളൊരു ധൈര്യം ഉണ്ടല്ലോ അമ്മയുടെ. അന്നൊരു 7-8 ഫാമിലിയേ ഉള്ളൂ അവിടെ. അത് ഈ 8 ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഒരു ദിവസം, ഒരാഴ്ചയിലൊരു ദിവസം ചന്തയ്ക്ക് പോകും. എന്നിട്ട് എല്ലാവർക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരും. തീപ്പെട്ടി, മണ്ണെണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒരാൾ പോയിട്ടാണ് വാങ്ങിക്കൊണ്ട് വരിക. 8-9 കിലോമീറ്റർ നടക്കും. തൊട്ടടുത്ത ചന്ത എന്ന് പറഞ്ഞാൽ ഏരൂരാണ്. തൊട്ടടുത്ത സ്കൂള് ഒരു 6 കിലോമീറ്റർ ദൂരം, ഐലറ. ഞങ്ങൾ കുറേ അത് കഴിഞ്ഞ് ഉമ്മ ഒരു 4-5 ആളെ കൂടെ പ്രസവിച്ചിട്ടുണ്ട്. നമ്മൾ 10 പേരുണ്ടായിരുന്നു. 8 പേര് ഇപ്പോൾ ഉള്ളൂ, 2 പേര് വളരെ ചെറുപ്പത്തിലും മരിച്ചുപോയി. ഞാൻ എൻ്റെ ജസ്റ്റ് ഇമ്മീഡിയറ്റ് ജ്യേഷ്ഠനുണ്ട് ബൈജു. ഞങ്ങൾ ഭയങ്കര അടികൂടലാണ്. ഇടിയും കുട്ടിയും വഴക്കും വെക്കാണവും 4 എണ്ണവും. ഞാൻ 10ാമത്തെ ആളാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയൊരു കഥയുണ്ട്, അത് പറയാം. അങ്ങനെ വീട്ടിൽ അടി കൂടുതൽ സഹിക്കാൻ വയ്യാതെയാണ് ഉമ്മ അന്നെല്ലാം 4 വയസ്സുള്ളപ്പോൾ 5 വയസ്സ് നമ്മൾ സ്കൂളിൽ കൊണ്ട് ചേർക്കും. 4 വയസ്സുള്ള എന്നെ 6 കിലോമീറ്റർ നടത്തി സ്കൂളിൽ വിടാൻ ഒരു ഉമ്മയ്ക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടാവും? ഞാൻ എൻ്റെ മക്കൾ ജനിച്ചപ്പോൾ 2 ബ്ലോക്ക്, വീട്ടിൽ നിന്ന് 2 ബ്ലോക്ക് സ്കൂളിലേക്ക് പോകാൻ ഞാനൊരു കാറ് വാങ്ങി വൈഫിന് കൊടുത്തു. കാറിൽ കൊണ്ടുവിട്ടാൽ മതി. എൻ്റെ ചിന്ത എങ്ങനെ മാറി? ഞാൻ ആലോചിക്കുന്ന അന്ന് ഉമ്മയും ബാപ്പയും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇന്ന് നമ്മളുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, നമ്മൾ ഏത് അവസ്ഥയിലാണോ നമുക്ക് ആ അവസ്ഥയിൽ ഇരിക്കാൻ താല്പര്യമില്ല. വി ഹാവ് ടു ക്ലൈംബ് ദ ലാഡർ. ഇഫ് വി കുഡൻറ്റ് ഡു ഇറ്റ്, വി വാണ്ട് അവർ ചിൽഡ്രൻ ടു ക്ലൈംബ് ദ ലാഡർ. ആൻഡ് ഓവർ ദ ലാസ്റ്റ് 70 years, we have found the only way to push that is through education. എൻ്റെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഏതാ ബർത്ത്ഡേ. ഉമ്മാടുത്ത് ചുമ്മാ പറഞ്ഞ് ഏതോ മഴയ്ക്ക് മുമ്പോ മഴയ്ക്ക് പിന്നെ ആണെന്ന് പറഞ്ഞു. എനിക്കൊരു ബർത്ത്ഡേ ഉണ്ട്, അത് എൻ്റെ ക്ലാസ്സിലെ കൃഷ്ണൻകുട്ടി സാർ ഇട്ടുന്ന ബർത്ത്ഡേ ആണ്. അത് എൻ്റെ ക്ലാസ്സിലെ എല്ലാവരുടെയും ബർത്ത്ഡേ എന്നാണ്. 30/5/1970. അതായത് 1-ാം തീയതി 5 വയസ്സ്. ഇതാണ് കണക്ക്. ഓസ്കർ കിട്ടിയപ്പോൾ വലിയൊരു ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ജാതകം ഒന്ന് നോക്കണം. ഞാൻ പറഞ്ഞു എന്ത് ജാതകം? ജാതകത്തിന് നിങ്ങൾക്ക് ഇത് വേണ്ടേ, കണക്ക് വേണ്ട എന്നാ ജനിച്ചെന്ന്. അതൊന്നും ഇല്ലാതെ ഞാൻ എപ്പോഴത്തെ എൻ്റെ ബർത്ത്ഡേ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇനി പ്രത്യേകിച്ച് ജാതകമൊന്നും വേണ്ട. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് റസൂലിനെയൊക്കെ ഷേപ്പ് ചെയ്തു. ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു അവസ്ഥ പലരും പറയുന്നത് മാറിയിട്ടുണ്ട്. ശരിക്കും ആരും കൺസേൺ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടുണ്ട്. അത് എല്ലാ സമയങ്ങളും നമുക്ക് തോന്നാറുള്ളൂ. നമുക്കെപ്പോഴും തോന്നുന്നു നമ്മുടെ ടൈമായിരുന്നു ബെസ്റ്റ് ടൈമാണ്. വി ഡോണ്ട് ലുക്ക് അറ്റ് ദ ന്യൂ ജനറേഷൻസ് ടൈം ആസ് ദെയർ ടൈം. യുനോ, ഓഫ് കോഴ്സ് ദെയർ ആർ ലോട്ട് ഓഫ് തിങ്സ് ഹാവ് വാട്ടർഡ് ഡൗൺ. ഗജേന്ദ്ര ചൗഹാനൊക്കെ വന്നപ്പോൾ പഴയ FTA-കാരൊക്കെ അത് എതിർത്തിരുന്നു. Political coloring. See, in a democracy, what you do? The majority of Indians have elected a dispensation. They will do their own things.
What is that you can do? Are you saying that they are wrong? Have they done anything wrong? We gave them the power to do the things. They have done it. Now, this is the level of they do, that's a different matter. That's a point of discussion. But we, as the people of India, has given a party and a power to do that. It is the beauty of democracy is that we can change them. The downfall of democracy is that you can't change forever. If there's a dictatorship, it lasts for 10 years, 30, 20 years, 30 years, 40 years. People will change it. Communism, 35 years, 40 years, 50 years they ruled. Take the case of Russia. They changed it. The people changed it. Democracy, you can't change. You can't change. You can only bring in sense in it. Now, question remains, is democracy better than anything else? I don't know. I am not a social scientist to say, but this is what I see. But it's, so far, I would say, of all the countries that I've traveled, I would say my country is the best.